അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി മാഷാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. അൽഹംദുലില്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ മഹലായ ഫള് കൊണ്ട് നമുക്കും വേണ്ടപ്പെട്ടവർക്കും, പ്രത്യേകിച്ച് നമ്മുടെ ക്ലാസ് മുടങ്ങാതെ കേൾക്കുന്ന, കമൻറ്റിൽ ഒരുപാട് സന്തോഷം പറയുന്ന, ദുആ ചെയ്യാൻ പറയുന്ന എല്ലാവർക്കും അല്ലാഹു ഫിദ്ദാറൈൻ ആഫിയത്ത് നൽകട്ടെ. അള്ളാഹു നമ്മുടെ എല്ലാ പ്രയാസങ്ങളും രോഗങ്ങളും മാറ്റിത്തരട്ടെ. നമ്മുടെ മരിച്ചുപോയ വേണ്ടപ്പെട്ടവരുടെ ബർസഖ് അള്ളാഹു റാഹത്തിലും സന്തോഷത്തിലുമാക്കട്ടെ. എല്ലാ മുഅ്മിനാത്തുകൾക്കും അള്ളാഹു മഗ്ഫിറത്ത് കൊടുക്കട്ടെ. നമ്മുടെ മാതാപിതാക്കളുടെയും ഉസ്താദന്മാരുടെയും പൊരുത്തം അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അൽഹംദുലില്ലാഹ്. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധമായ ഖുർആനിൻ്റെ വളരെ രഹസ്യമടങ്ങിയ 2 ആയത്തുകളെ കുറിച്ചാണ് ഇന്ന് നമ്മൾ പ്രസൻറ്റ് ചെയ്യുന്നത്. പരിശുദ്ധമായ ഖുർആൻ ഉടനീളം അത്ഭുതങ്ങളുടെ മഹാത്ഭുതമാണ്. അക്കൂട്ടത്തിൽ വളരെ വെറൈറ്റിയായി നമ്മൾ പഠിച്ചു മനസ്സിലാക്കി നമ്മുടെ ലൈഫിൽ മുടങ്ങാതെ കൊണ്ടുപോകേണ്ട, അതായത് ഈ 2 ആയത്തുകൾ ഓതാത്ത ഒരു ദിവസം ഒരു മുഅ്മിനിന് ഉണ്ടാകാൻ പാടില്ല. അത്രയും ഇമ്പോർട്ടൻസ് കൊടുക്കണം. ഈ പരിശുദ്ധമായ 2 ആയത്തുകൾ വരുന്ന സൂറത്ത് തൗബയാണ്. പരിശുദ്ധ ഖുർആനിൻ്റെ 114 അധ്യായങ്ങളിൽ 9ാമത്തെ അധ്യായമാണ് സൂറത്ത് തൗബ. നമ്മൾ ബറാഅത്ത് സൂറത്ത് എന്നൊക്കെ പലപ്പോഴും പറയാറുണ്ട്, അതിൻ്റെ തുടക്കം നോക്കിയിട്ട്. എന്താ അതിൻ്റെ പ്രത്യേകത? ബാക്കിയുള്ള 113 സൂറത്തുകളും തുടങ്ങുന്നത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന പരിശുദ്ധമായ ബിസ്മി കൊണ്ടാണ്. ഈ സൂറത്തിലോ ബിസ്മി കൊണ്ടല്ല തുടങ്ങുന്നത്, സൂറത്താണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ബിസ്മി ഇല്ലാത്ത സൂറത്ത് എന്ന് നമ്മൾ സാധാരണ പറയാറുണ്ട്. അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരും. ആ സൂറത്തിൻ്റെ സൂറത്ത് തൗബയുടെ ലാസ്റ്റ് ഫിനിഷിംഗ് പോയിന്റിൽ വരുന്ന 2 ആയത്തുകൾ. ഈ 2 ആയത്തുകളെ കുറിച്ചാണ് നമ്മുടെ ഇന്നത്തെ ചർച്ച വരുന്നത്. ഈ പരിശുദ്ധമായ ആയത്ത് പരിശുദ്ധ ഖുർആനിൻ്റെ ആയത്തുകളിൽ വളരെ മൂല്യമുള്ള 2 ആയത്തുകളാണ് എന്ന് മനസ്സിലാവും. ഇതിൻ്റെ പ്രത്യേകതകൾ ഞാൻ ഓടിച്ചു പറഞ്ഞു പോകാം. ശരിക്കും ഇരുന്ന് നമ്മൾ പറയേണ്ട ഒരു വിഷയമാണ്. ഞാൻ ഓടിച്ചു പറയാം. ഒന്ന്, സിറുൽ ഖുർആൻ, ഖുർആനിൻ്റെ ഒരു രഹസ്യമാണ്. അത്രയേറെ മഹത്വവും പവറും ഇതിനകത്തുണ്ട്, ചിന്തിച്ചാൽ, മനസ്സിലാക്കിയാൽ, പഠിച്ചാൽ. അതേപോലെ തന്നെ മറ്റൊന്ന് ആയത്തുൽ ഹൈറസു എന്ന് പറയും. ഈ ആയത്തിൻ്റെ പ്രയോഗങ്ങളിൽ അതിൻ്റെ ചർച്ചകൾ വരുന്നത് കൊണ്ടാണ് അങ്ങനെ. പിന്നെ അതേപോലെ 3ാമത്തത് അവസാനം ഇറങ്ങിയ എന്ന് പറഞ്ഞാൽ ഈ 2 ആയത്ത് ഇറങ്ങിയിട്ടാണ് പിന്നെ ഒരേ ഒരു ആയത്ത് മാത്രമേ ഖുർആനിൽ ബാക്കി ഇറങ്ങിയിട്ടുള്ളൂ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തിന് മുമ്പ്. അതായത് സെക്കൻഡ് ലാസ്റ്റ് എന്ന് പറയാൻ പറ്റും ഈ 2 ആയത്തുകൾ. ഇത് അലിയൗമ അക്മൽതു ലക്കും ദീനക്കും വ അത്മംതു അലൈക്കും നിഅമതി വ റളീതു ലക്കുമുൽ ഇസ്ലാമ ദീന എന്ന് പറയുന്ന പരിശുദ്ധമായ ഹജ്ജത്തുൽ വിദാഇൻ്റെ വേളയിൽ അറഫാ മൈതാനിയിൽ പുണ്യ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്ത് നിൽക്കുമ്പോഴാണല്ലോ ആയത്ത് വരുന്നത്. ദീൻ കംപ്ലീറ്റഡ് ആയി നബി എന്ന് പറഞ്ഞുകൊണ്ട്, ദീൻ പൂർണ്ണമായി എന്ന് പറയുന്ന ആയത്ത്. ആ ആയത്ത് ഇറങ്ങിയതിന് ശേഷം ഈ ആയത്ത് ഇറങ്ങുന്നത്. അത് തന്നെ ഒരു വലിയ അത്ഭുതകരമായ സിറാണ്. അതിന് ശേഷമാണ് ഈ ആയത്ത് അവതരിക്കുന്നത്. അപ്പോൾ അവസാന ഭാഗത്ത് ഇറങ്ങി എന്നുള്ളൊരു പ്രത്യേകത ഇതിനുണ്ട്. 4ാമത്തെ ഒരു പ്രത്യേകത, ഈ ആയത്ത് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹാണ്, നബി തങ്ങളുടെ മൗലിദാണ് ഈ ആയത്ത് എന്ന് വേണമെങ്കിൽ പറയാം. അതിൻ്റെ അർത്ഥങ്ങൾ എന്താണ് ആയത്തിൽ പറയുന്നത് എന്ന് നോക്കിയാൽ മനസ്സിലാകും. ഇത് പുണ്യ റസൂലിൻ്റെ മദ്ഹാണ്, മൗലിദാണ്. നമ്മൾ സാധാരണ പറയുമല്ലോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹ്, മൗലിദ് ആദ്യം നടത്തിയത് അള്ളാഹുവാണെന്ന് പറയും. അതിൻ്റെ പ്രകടമായ ഉദാഹരണമായി ഈ ആയത്ത്. അള്ളാഹു മദ്ഹ് പറയാ പുണ്യ റസൂലിൻ്റെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് തന്നെയാണ് സൈനുദ്ദീൻ മഖ്ദൂം തങ്ങൾ അവിടുത്തെ മങ്കുസ് മൗലിദ്, നമ്മൾ സാധാരണ കേരളക്കാർ ഏറ്റവും കൂടുതൽ പാരായണം ചെയ്യപ്പെടുന്ന ഓതുന്നൊരു മൗലിദാണ് മങ്കുസ് മൗലിദ്. ഒരു വീട്ടിലെ ഫംഗ്ഷൻ വന്നാലും, ഒരു വീടിൻ്റെ താമസം തുടങ്ങിയാലും, വിദേശത്ത് പോകുന്ന വേളയിലും, അതേപോലെ തന്നെ ഹജ്ജിനാണ്, ഏത് കാര്യത്തിനും നമ്മുടെ വീട്ടിൽ നമ്മൾ ചൊല്ലുന്ന മൗലിദ്, അല്ലെങ്കിൽ നമ്മൾ ഉസ്താദുമാരെ കൊണ്ട് വിളിച്ചു കൂട്ടിയിട്ട്, കുടുംബക്കാരെ വിളിച്ചു കൂട്ടിയിട്ട് മൗലിദ് കഴിക്കുമല്ലോ. അപ്പോൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന മൗലിദ് മങ്കുസ് മൗലിദാണ്. ആ മങ്കുസ് മൗലിദ് സൈനുദ്ദീൻ മഖ്ദൂം തങ്ങളാണ് അതിൻ്റെ മുസന്നിഫ്, അത് തസ്നീഫ് ചെയ്തിട്ടുള്ളത്. ആ മങ്കുസ് മൗലിദിൻ്റെ ആദ്യത്തെ ഹിക്കായത്ത് സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഈ പരിശുദ്ധമായ ആയത്തിൻ്റെ ഒരു ഭാഗം കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഭാഗം മാത്രം പാരായണം ചെയ്യുന്നവർക്ക്, തുടക്കത്തെ കുറച്ച് പറക്കത്തിന് വേണ്ടി ഒരാൾ ഓതിയാൽ പോലും ഈ ആയത്തെ അയാൾ ഓതണം, അതിൽ വരും. അത്രയേറെ പോരിശയാണ്. അപ്പോൾ അവിടുത്തെ മൗലിദാണ് എന്നുള്ള പ്രത്യേകത, മദ്ഹാണ് എന്നുള്ള പ്രത്യേകത കൂടെ ഈ ആയത്തിനുണ്ട്. 5ാമത്തെ ഒരു കാര്യം, ഈ ആയത്ത്
ഒരെണ്ണം പറയുന്നുണ്ട്. ആ എണ്ണത്തിനനുസരിച്ച് പാരായണം ചെയ്താൽ, ഇവിടെ തഫ്സീർ സാവി അടക്കമുള്ള തഫ്സീറിൻ്റെ കിതാബിലൊക്കെ കാണാം, ഈ പരിശുദ്ധമായ ആയത്തുകൾ 7 വട്ടം ഒരാൾ പ്രഭാതത്തിൽ പാരായണം ചെയ്താൽ, ഒരു ദിവസത്തിൻ്റെ തുടക്കത്തിൽ പാരായണം ചെയ്താൽ അമിന മിൻകുല്ലി മക്രൂഹിൻ, അന്ന് വെറുക്കപ്പെടുന്ന ഒന്നും ഉണ്ടാവില്ല. അപകടങ്ങൾ, പെട്ടെന്നുള്ള രോഗം, കുഴഞ്ഞു വീഴുക, അങ്ങനെയുള്ള ഒരു പ്രശ്നം ഉണ്ടാവില്ല. നമ്മൾ വെറുക്കുന്നത് പെട്ടെന്ന് സാമ്പത്തികമായ വലിയൊരു നഷ്ടം സംഭവിച്ചു പോയി അല്ലേ, അല്ലെങ്കിൽ എന്തെങ്കിലും മോഷണം പോവുക, അല്ലെങ്കിൽ കുടുംബത്തിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുക, ഒക്കെ നമ്മൾ വെറുക്കുന്ന കാര്യമാണ്. ഈ വെറുക്കുന്ന കാര്യങ്ങളൊന്നും ലൈഫിലുണ്ടാവില്ല, അതിൻ്റെ വലിയ കാവലുണ്ടാകും എന്ന് മഹാന്മാരായ മുഫസ്സിരികൾ പറഞ്ഞ വാക്ക് ഞാൻ എടുത്തുദ്ധരിക്കുകയാണ്. അങ്ങനെ നമുക്ക് കാണാം. 6-മത്തെ ഒരു പ്രത്യേകത, ഈ പരിശുദ്ധമായ ആയത്തുകൾ പാരായണം ചെയ്യുന്ന അന്ന് ആ മനുഷ്യന്, ഓതുന്ന ആൾക്ക് മരണമുണ്ടാകില്ല എന്ന് തഫ്സീറിൻ്റെ കിതാബിൽ കാണാം. ഈ ആയത്ത് മുടങ്ങാതെ ഓതിയിട്ട് 120 വയസ്സ് വരെ ആഫിയത്തോടെ ഓടി നടന്നൊരു മനുഷ്യനെ കാണാം, ചരിത്രം പറയുന്നുണ്ട് കിതാബുകളിൽ. ഈ ആയത്ത് പതിവായിട്ട് ഓതും, മരണം പോലും ഇങ്ങനെ നീങ്ങിപ്പോകുന്നത് പോലെ എന്ന് പറഞ്ഞാൽ ആയത്തോതിയ മരിക്കൂല എന്നല്ല, ആയത്തോതിയ മരിക്കൂല, മരിക്കുന്ന അന്ന് ആയത്തോതാൻ പറ്റില്ല എന്നും തഫ്സീറിൻ്റെ കിതാബിൽ ഉലമാ ചർച്ച ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ആയത്തോതിയാ മരിക്കൂല എന്ന് കരുതിയിട്ട് നമ്മൾ ആയത്തോതി, അന്ന് മരണം ഉണ്ടാവില്ല. നമ്മൾ മരിക്കുന്ന അന്ന് ഈ ആയത്തോതാൻ നമുക്ക് സാധിച്ചില്ല, അല്ലെങ്കിൽ മറന്നുപോയി, അങ്ങനെയൊക്കെ സാഹചര്യങ്ങൾ ഉണ്ടാവും. ഓതിയാൽ അത് ഏറ്റവും പവറാണ് എന്ന് ഉലമാ ചർച്ച ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ 7-മതൊരു പ്രത്യേകത, ഒരാൾ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ, ഒരു യാത്രയ്ക്ക് വേണ്ടി ഇറങ്ങുമ്പോൾ വലത് കൈ തലയിൽ വെച്ചുകൊണ്ട് ഈ പരിശുദ്ധമായ ആയത്തുൽ ഹിർസ് അത് പാരായണം ചെയ്തു ഒറ്റവട്ടം. എന്നിട്ട് യാത്ര തുറന്നാൽ ലാ യമൂതു ഫീ ദാലിക സഫർ, ആ യാത്രയിൽ മരണമുണ്ടാകില്ല. കാവൽ തന്നെയാണിത്. ഇത് കാവലിൻ്റെ അത്ഭുതകരമായ ആയത്താണ്. 8-മത്തെ ഒരു കാര്യം, പരിശുദ്ധമായ വെള്ളിയാഴ്ച രാവ്, വ്യാഴാഴ്ച മഗ്രിബിന് ശേഷം 3 വട്ടം ആയത്തുൽ ഹിർസ് ഒരാൾ പാരായണം ചെയ്താൽ സിഹർ, ഐന്, സുമ്മ് ഇതൊന്നും ഏൽക്കില്ല. സിഹർ മാരണം, ഒരാൾ സിഹർ ചെയ്യുക, മാരണം ചെയ്യുക, നമുക്ക് എതിരെ മാരണം ചെയ്യുക, സിഹർ ചെയ്യുക, അതുണ്ടാവില്ല. കൈവശത്തിൽ കുടുക്കിക്കളയുക, ഉണ്ടാകില്ല. ഐന്, കണ്ണീറ് പറ്റുക, അതുകൊണ്ട് രോഗം ഉണ്ടാവുക, അതുകൊണ്ട് അപകടങ്ങൾ സംഭവിക്കുക, അതുകൊണ്ട് നമ്മുടെ പെർഫോം ചെയ്യാനുള്ള കഴിവ് നഷ്ടപ്പെടുക, നമുക്ക് പഴയതുപോലെ പഠിക്കാൻ പറ്റാത്ത അവസ്ഥ എല്ലാം ഉണ്ടാവും. ഇതൊന്നുമില്ലാതെ അള്ളാൻ്റെ കാവലുണ്ടാവും. അതേപോലെ തന്നെയാണ് സുമ്മ്, വിഷങ്ങളേൽക്കുക ശരീരത്തിന്, അത് ഇന്ന് സലാമത്തുണ്ടാവും. അപ്പോൾ അടുത്ത വെള്ളിയാഴ്ച വരെ വലിയ ആഫാത്ത് മുസീബത്തുകളെ തൊട്ടുള്ള, ഷെറുകൾ, ശുറൂറുകളെ തൊട്ടുള്ള കാവലുണ്ടാവും. വെള്ളിയാഴ്ച രാവ്, അതായത് വ്യാഴാഴ്ച മഗ്‌രിബിന് ശേഷം 3 വട്ടം പാരായണം ചെയ്യുമ്പോൾ എന്ന് കാണാം. 9-മത്തെ ഒരു കാര്യം, വിവാഹം കഴിഞ്ഞ് വരൻ്റെ വീട്ടിലേക്ക് പോകുന്നൊരു പെൺകുട്ടി, ആ പെൺകുട്ടിയോ വീട്ടുകാരോ പരിശുദ്ധമായ ആയത്തുൽ ഹിർസ് ഒറ്റവട്ടം മനസ്സറിഞ്ഞ് പാരായണം ചെയ്താൽ അൽഹംദുലില്ലാ, തീർച്ചയായും അവർ പോകുന്നിടത്ത് ബറക്കത്തുണ്ടാകും. നല്ലൊരു ലൈഫ്, ഒരു ഫാമിലി ലൈഫ് അവർക്ക് ഈ ആയത്തിൻ്റെ ബറക്കത്ത് കൊണ്ട് കിട്ടും. അങ്ങനെ ആയത്തോതിയിട്ട് അതിൻ്റെ ബറക്കത്ത് മനസ്സിൽ ദുആഇൻ്റെ തേട്ടവുമായിട്ട് പോയാൽ മതി എന്ന്. ഇനി 10-മത്തെ കാര്യം കേട്ടോളൂ പ്രിയപ്പെട്ടവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത് ഓതുന്നവൻ്റെയും അള്ളാഹുവിൻ്റെയും ഇടയിൽ ഹിജാബ്, മറയെ ഉയർത്തിക്കളയും. ഒരുപാട്, ഞാൻ പറഞ്ഞില്ലേ, ഇത് സിർറുൽ ഖുർആനാണ്, ഖുർആനിൻ്റെ രഹസ്യമാണ്. ഒരുപാട് അത്ഭുതകരമായ രഹസ്യ വിജ്ഞാനങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയാനും പഠിക്കാനുള്ള അവസരം അല്ലാഹു തുറന്നു നൽകും. ഹിജാബ് ഉയർന്നു പോകും എന്ന് നമുക്ക് പ്രിയപ്പെട്ടവരെ മനസ്സിലാക്കാം. 11-മത്തെ പ്രത്യേകത, ഈ ആയത്തിൽ ഇസ്മുൽ അലമുണ്ട്. അല്ലാഹുവിൻ്റെ അസ്മാഉൽ ഹുസ്നയിലെ ഏറ്റവും പെർഫെക്റ്റായ, ഏറ്റവും മഹത്വമുള്ള, അത് ചൊല്ലി ദ്വാരനാൽ ഇജാബത്തുറപ്പ്, അത് ചൊല്ലിയാൽ എന്ത് മിറാക്കിൾ നടക്കും, അത്ഭുതങ്ങൾ നടക്കും. അത്രയേറെ പവറുള്ള അള്ളാഹിൻ്റെ ഇസ്മുൽ ആലം ഇതിനകത്തുണ്ട് എന്ന് മഹാന്മാരായ ഉലമാക്കൾ, നമ്മുടെ ഉസ്താദ് ഖുതുബി മുഹമ്മദ് മുസ്ലിയാർ ലേ നവ്വർ അല്ലാഹു മർക്കദ, അള്ളാഹു അവരോടൊപ്പം നമുക്ക് ജന്നത്ത് അള്ളാഹു പ്രദാനം ചെയ്യട്ടെ. ആ ഉസ്താദ് അടക്കം പാനൂരിൽ ദർസ് നടത്തിയിരുന്നു. ഏത് മങ്കുസ് മൗലിദ് ദർസ് നടത്തിയിരുന്നു. എന്നിട്ട് അദ്ദേഹം പറയുന്നുണ്ട്, അവിടെ പറയും, ഈ പരിശുദ്ധമായ ദർസിനിടയിൽ പറയും, ഈ പരിശുദ്ധമായ മങ്കുസ് മൗലിദിൽ സൈനുദ്ദീൻ മഖ്ദൂം തങ്ങൾ ഈ സിർറുൽ ഖുർആൻ, ഈ ആയത്ത് പ്രസൻറ്റ് ചെയ്യാനുള്ള കാരണം ഇതിൽ ഇസ്മുൽ ആലം അടങ്ങിയിട്ടുള്ളതിനാലാണ് എന്ന് പറയുമായിരുന്നു എന്ന് പ്രിയപ്പെട്ടവരെ, അതിൻ്റെ അന്നത്തെ ചരിത്ര പശ്ചാത്തലം അറിയാവുന്ന, അനുഭവങ്ങൾ അറിയാവുന്നവർ പരസ്പരം കൈമാറി പറയാറുണ്ട്. ഇത്രയേറെ ഫല്ലാണ് ചുരുക്കം. 12-മത്തത്, ഈ ആയത്തോതിയിട്ട് മന്ത്രിച്ചാൽ, ഈ ആയത്തിൻ്റെ ബറക്കത്തുകൊണ്ട് അള്ളാഹു ശിഫയാക്കണമെന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ ആയത്തോതിയിട്ട് എന്തെങ്കിലും രോഗമോ പ്രയാസമുള്ള ഒരാളെ മന്ത്രിച്ചാൽ അതുകൊണ്ട് അത്ഭുതകരമായ ശിഫ ഉണ്ടാവും. ഒരുപാട് എക്സ്പീരിയൻസ് ആ വിഷയത്തിൽ അനുഭവിക്കാൻ കഴിഞ്ഞുകൊണ്ട് പറയാം. ഭയങ്കര പവർഫുള്ളാണ് ആയത്തെന്ന് ചുരുക്കം. കേട്ടോളൂ പ്രിയപ്പെട്ടവരെ, 13-മത്തെ ഒരു മഹത്വം, ഒരാൾക്കൊരു ആവശ്യം നേടിയെടുക്കാനുണ്ട്, അതിനുവേണ്ടി ഇറങ്ങിത്തിരിക്കുകയാണ്. അങ്ങനെ ഇറങ്ങിത്തിരിക്കുമ്പോൾ 50 വട്ടം ഈ ആയത്തുകൾ
ഈ 2 ആയത്തുകൾ 50 തവണ ഓതിയിട്ടാണ് പുറപ്പെടുന്നത് എങ്കിൽ ഫലാ യർജിഉ ഇല്ലാ ബിഖൈറിൻ, ഖൈറും കൊണ്ടല്ലാതെ മടങ്ങില്ല. വിജയം ഉറപ്പാണ്, നേടിയെടുക്കാൻ പറ്റും. 14-ാമത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ബഅദ സ്വലാത്തി സുബ്ഹി നിസ്കാരം കഴിഞ്ഞിട്ട് ഒരു വട്ടം ഒരാൾ പാരായണം ചെയ്താൽ, ഒറ്റവട്ടം 2 ആയത്ത് ഓതിയാൽ ഫലാ യമൂതു ഹത്താ യറാ മഖഅദഹു മിനൽ ജന്ന, സ്വർഗത്തിൽ തൻ്റെ സീറ്റ് കാണാതെ മരിക്കൂല. അത്രയേറെ പവറാണ്. എല്ലാ ദിവസവും സുബ്ഹി നിസ്കാരം കഴിഞ്ഞിട്ട് അതിൻ്റെ ദിക്ർ കഴിഞ്ഞിട്ട് ഒറ്റവട്ടം ഈ 2 ആയത്തുകൾ നോദിക്കൂടെ. അള്ളാഹു നമുക്ക് അതിനുള്ള വലിയ തൗഫീക്ക് തുറന്നു തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. 15-ാമത് കേട്ടോളൂ. രാത്രി വിരിപ്പിലിരുന്നു കൊണ്ട് പ്രിയപ്പെട്ടവരെ ഈ പരിശുദ്ധമായ ആയത്തുൽ ഹിർസ് 2 ആയത്തുകൾ 11 വട്ടം ഓതിയാൽ ഒരു മുസീബത്തും ഉറക്കിൽ ബാധിക്കൂല, ഒരു മുസീബത്തും ബാധിക്കില്ല. റാഹത്തായി അല്ലാൻ്റെ കാവലാണ്. 16-ാമത്തെ മഹത്വം, വെള്ളിയാഴ്ച ജുമാ നിസ്കാരം കഴിഞ്ഞാൽ 99 തവണ ഈ പരിശുദ്ധമായ ആയത്ത് ഖബല അസറിന് മുമ്പായിട്ട് ഓതിയാൽ മതി. അങ്ങനെ പാരായണം ചെയ്താൽ അടുത്ത വെള്ളിയാഴ്ച വരെ ആ ആഴ്ചയിൽ ഫഖർ ഉണ്ടാവില്ല, ദാരിദ്ര്യം ഉണ്ടാവില്ല. മാത്രമല്ല റസഖഹുല്ലാഹു മിൻ ഹലാൽ, ഹലാലായതിൽ നിന്ന് അല്ലാഹു ഹലാലായ സമ്പാദ്യം തരും. ഹറാമല്ലല്ലോ വേണ്ടത്, ഹലാൽ നമുക്ക് തരും. ഉപജീവന മാർഗം, റിസ്ക് കിട്ടും ഹലാലിൻ്റെ മാർഗത്തിൽ എന്ന് നമുക്ക് കാണാം. അപ്പോൾ അങ്ങനെ ഉപയോഗപ്പെടുത്താവുന്നവർക്ക് ഉപയോഗപ്പെടുത്താം. അതുപോലെ 17-ാമത്തൊരു ബെനിഫിറ്റ്, പരിശുദ്ധമായ ഖുർആനിൻ്റെ അവസാനത്തിൽ എഴുതി ചേർത്ത ആയത്തുകളാണ് ഈ പരിശുദ്ധമായ ആയത്തുകൾ എന്ന് സഹീൽ ബുഖാരി അടക്കമുള്ള ഹദീസിൻ്റെ കിതാബിൽ പരാമർശങ്ങൾ വരുന്നുണ്ട്. അത്രയേറെ ഫضലുണ്ട്. ഇനി 18-ാമത്തെ മഹത്വം, ഭക്ഷണം കഴിക്കും. ഒരാളുടെ മുന്നിൽ ഭക്ഷണം ഹാജരാക്കപ്പെട്ടു, ഭക്ഷണം കൊണ്ടുവരപ്പെട്ടു, ഒറ്റവട്ടം ഈ പരിശുദ്ധമായ ആയത്തുകൾ പാരായണം ചെയ്താൽ ഭക്ഷണത്തിന് കുഴങ്ങുന്ന അവസ്ഥ ഉണ്ടാകില്ല. ഭക്ഷണത്തിന് അന്നമുട്ട പ്രയാസപ്പെടുക ഒന്നും ഉണ്ടാവില്ല, എല്ലാം ലാവിശാകും, ബറക്കത്തുണ്ടാകും. ഇനി കേട്ടോളൂ പ്രിയപ്പെട്ടവരെ, 19-ാമത്തെ മഹത്വം, പ്രഗ്നൻസി പീരീഡ്സിൽ ഒരു സഹോദരി ഈ ആയത്തുകൾ പാരായണം ചെയ്യുന്നുണ്ടെങ്കിൽ ഡെലിവറി നോർമൽ ഡെലിവറി ആയിട്ട് നടക്കും, സുഖപ്രസവം നടക്കും. ആ പ്രസവത്തിൽ വരുന്ന കുഞ്ഞ് സ്വാലിഹത്തായ കുഞ്ഞാകും. അവരുടെ ലൈഫ് തീർച്ചയായും സന്തോഷത്തിലാകും എന്ന് നമുക്കതിൻ്റെ ഫضൽ കാണാൻ പറ്റും. അതേപോലെ തന്നെ 20-ാമത്തെ മഹത്വം, നമ്മളൊരു ധനം സൂക്ഷിക്കുകയാണ്. നമ്മുടെ വീട്ടിൽ നമ്മുടെ സ്വർണമോ സമ്പത്തോ സൂക്ഷിക്കുകയാണ്. അത് എടുത്തു വെക്കുമ്പോൾ, ഷെൽഫിൽ വെക്കുമ്പോൾ, അലമാരയിൽ വെക്കുമ്പോൾ തീർച്ചയായും ഈ ആയത്തുകൾ ഓതിയിട്ടാണ് വെക്കുന്നതെങ്കിൽ ആ സമ്പത്ത് നഷ്ടപ്പെടില്ല. അള്ളാൻ്റെ ഒരു കാവൽ കൂടെ ഉണ്ടാകും അതിൻ്റെ കൂടെ. 21-ാമത്തെ അതിൻ്റെ നേട്ടമെന്ന് പറയുന്നത്, നമ്മൾ ദുആ ചെയ്യുമ്പോൾ അള്ളാഹുവിനോട് നമ്മുടെ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ ആ കാര്യങ്ങൾ ചോദിച്ചതിന് ശേഷം അള്ളാഹുവേ ഈ പരിശുദ്ധമായ ആയത്തുകൾ ഓതുക. എന്നിട്ട് പറയാം, അള്ളാഹുവേ ഈ ആയത്തിൻ്റെ ബറക്കത്ത് കൊണ്ട് എൻ്റെ ദുആ കബൂലാക്കണം, എനിക്ക് സ്വീകാര്യത നൽകണം, എൻ്റെ എല്ലാ കർമ്മങ്ങളും സ്വീകരിക്കണം എന്ന് ദുആ ചെയ്താൽ ആ ദുആക്ക് പ്രത്യേക ഇജാബത്തുണ്ടാവും എന്നും നമുക്കതിൻ്റെ ഫضലുകൾ എക്സ്പീരിയൻസ് ആയിട്ട് പറയാൻ പറ്റും. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഇതൊരു രഹസ്യം തന്നെയാണ്. ആ പരിശുദ്ധമായ ആയത്തുൽ ഹിർസ് അല്ലെങ്കിൽ ഈ സിറുൽ ഖുർആനിൻ്റെ ആയത്ത്, പരിശുദ്ധമായ 2 ആയത്തുകൾ നമുക്കൊന്ന് പരിചയപ്പെടാം. ആയത്ത് ഏതാണ് എന്ന് നമ്മൾ കേൾക്കുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് പരിചയം ഉണ്ടാകും, കേട്ടിട്ടുണ്ടാകും. പലപ്പോഴും ഇതിൻ്റെ മഹത്വം അറിയാത്തതിന് പതിവാക്കിയിട്ടുണ്ടാവില്ല. അതുകൊണ്ട് ഇന്നു മുതൽ പതിവാക്കും എന്ന് തീരുമാനമെടുക്കണം. സഹോദരിമാരെ സംബന്ധിച്ചിടത്തോളം ഖുർആൻ ഓതാൻ പറ്റാത്ത ടൈമാണെങ്കിലോ ഒരു കുഴപ്പമില്ല. ഞാൻ പതിവായി ഓതുന്ന കാവലിൻ്റെ 2 വചനങ്ങൾ, കാവലിൻ്റെ 2 ദിക്റുകൾ എന്നുള്ള നിയ്യത്തിൽ ഈ ആയത്ത് ഏത് പീരീഡ്സിൽ ഓതാവുന്നതാണ്. ദിക്റാണെന്നുള്ള നിയ്യത്ത് ആ സമയത്ത് വേണം, അല്ലാത്തപ്പോൾ ആയത്താണെന്നുള്ള ഫضലിൽ തന്നെ നിയ്യത്തിൽ തന്നെ ഓതിപ്പോകാം. അപ്പോൾ നമുക്ക് ആയത്തൊന്ന് പരിചയപ്പെടാം. أعوذ بالله من الشيطان الرجيم. لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم. فإن تولوا فقل حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم. ഇതാണ് ഈ പരിശുദ്ധമായ 2 ആയത്തുകൾ. എന്ത് ഈ ആയത്തിൽ പറയുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹാനെന്ന് പറഞ്ഞല്ലോ. നബി തങ്ങളുടെ വലിയ പവർ പറയാം, മൗലിദ് പറയാമെന്ന് പറയും. അള്ളാഹു അതിൻ്റെ ഒരു ശൈലിയാണ്. തീർച്ചയായും നിങ്ങളിൽ നിന്ന് തന്നെ നിങ്ങൾക്കിതാ ഒരു ദൂതൻ വന്നിരിക്കുന്നു, ഒരു റസൂൽ വന്നിരിക്കുന്നു നിങ്ങളിൽ നിന്ന്. അതായത് മലക്കളിൽ നിന്നല്ല, ജിന്നുകളിൽ നിന്നല്ല, മനുഷ്യ കുലത്തിൽ നിന്ന് തന്നെ വന്നിരിക്കുന്നു. നിങ്ങൾ കഷ്ടപ്പെടുന്നത്, പ്രയാസപ്പെടുന്നത്
സഹിക്കാൻ കഴിയാത്തവരാണ് പുണ്യ റസൂൽ. അസീസുൻ അലൈഹി മാ അനിത്തും, നിങ്ങൾക്ക് എന്തെങ്കിലും വിഷമം വന്നാൽ ആലോചിച്ച് നോക്കി, എത്ര സ്നേഹമാണ് നമ്മളോട്. നമുക്കെന്തെങ്കിലും പ്രയാസം വന്നാൽ നമ്മളെക്കാൾ കൂടുതൽ വിഷമിക്കും പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. എനിക്കൊരു പ്രയാസം വന്നാൽ അള്ളാഹു എൻ്റെ ഉമ്മത്തിൽപ്പെട്ട ഇന്നയാൾ പ്രയാസപ്പെടാണ്, അത് പ്രയാസമാണെന്ന് പുണ്യ റസൂലിന് ഖാലല്ലാഹു അസ്സ വജൽ, അള്ളാഹു പറയുന്നത്. അപ്പോൾ വലിയ പ്രയാസമുണ്ട് നമ്മൾ പ്രയാസപ്പെടുന്ന കാര്യത്തിൽ. സഹിക്കാൻ കഴിയില്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക്, അവിടുത്തെ വലിയ പ്രയാസമാണ്. നിങ്ങളുടെ കാര്യത്തിൽ അതീവ താല്പര്യമുള്ളവരാണ്, സത്യവിശ്വാസികളോട് മുഅ്മിനീങ്ങളോട് അത്യന്തം ദയാലുവാൻ, കരുണയുള്ളവരാണ്. റഊഫുർ റഹീം, അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ രണ്ടു പ്രഗത്ഭമായ അസ്മാകളില്ലേ, അതിവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വകവെച്ചു കൊടുക്കാൻ. റഊഫാണ്, റഹീമാണ്, കാരുണ്യമുള്ളവനാണ്, കൃപയുള്ളവനാണ്. മുഅ്മിനീങ്ങളോട് വല്ലാത്ത ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന, മുഅ്മിനീങ്ങളോട് വല്ലാത്ത ആഗ്രഹമുള്ളവരാണ്, വല്ലാത്ത അറ്റാച്ച്മെൻ്റ് ഉള്ളവരാണ്. മുഅ്മിനീങ്ങൾക്ക് വലിയ കാര്യമാണ്. അപ്പോൾ നമ്മൾ വേദനിച്ചാൽ വലിയ വേദനയുണ്ട് പുണ്യ റസൂലിന്. മുഅ്മിനീങ്ങളോട് നമ്മളോട് വല്ലാത്ത അറ്റാച്ച്മെൻ്റാണ് പുണ്യ റസൂലിന്. അവിടുന്ന് റഊഫാണ്, റഹീമാണ്, കരുണയുള്ളവരാണ്, കൃപയുള്ളവരാണ് എന്ന് പറയുന്ന അവിടുത്തെ മദ്ഹ്. ഇതാണ് ഈ ആയത്തിൽ പറയുന്നത്. അടുത്ത ആയത്തിൻ്റെ കഷ്ണത്തിൽ എന്താ പറയുന്നത്? നബിയെ പറഞ്ഞു കൊടുക്കണം, അല്ലാഹു മതി എന്ന് പറയണം. അല്ലാഹു മതി, അവനെ തന്നെ എന്തും ഏൽപ്പിക്കാൻ പറ്റിയ ആളാണ് പടച്ചോൻ. എല്ലാം ഏൽപ്പിക്കാം, ദുനിയാവിൻ്റെ സകല കാര്യം, ആഖിറത്തിൻ്റെ എല്ലാ കാര്യവും A to Z അള്ളാഹിനെ ഏൽപ്പിക്കാൻ പറ്റിയ ആളാണ്. അള്ളാഹു അർശിൻ്റെ ഉന്നതമായ അർശിൻ്റെ റബ്ബാണ്, അവനെയാണ് ഞാൻ കാര്യം ഏൽപ്പിക്കുന്നത് എന്ന് പറയാൻ. ഇതാണ് അടുത്ത ആയത്തിൻ്റെ പ്രിയപ്പെട്ടവരെ സാരാംശം. അപ്പോൾ അൽഹംദുലില്ലാ, ഈ പോരിശയാക്കപ്പെട്ട ആയത്ത്, ഈ രണ്ടായത്തുകൾ പതിവായി ഒന്നൊരു ശൈലി എടുക്കണം. പ്രത്യേകിച്ച് സുബഹിസ്കാരം കഴിഞ്ഞ് വലിയ നിസ്കാരം കഴിഞ്ഞ് എൻ്റെ ദിക്റുകൾ കഴിഞ്ഞിട്ട് ഒരു 7 വട്ടം വീതം ഓതി പോന്നാൽ അൽഹംദുലില്ലാ പവറാണ്, ഭയങ്കര പവറായിരിക്കും. ജീവിതവും നമ്മുടെ ആറ്റിറ്റ്യൂഡ് മൊത്തം മാറും. അത്ഭുതകരമായ മിറാക്കിൾ ജീവിതത്തിൽ എക്സ്പീരിയൻസ് ഇങ്ങനെ ഡെയിലി അറിയാൻ പറ്റും. പ്രത്യേകിച്ച് നമ്മൾ പറഞ്ഞല്ലോ, യാത്രയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു, പ്രത്യേകം ചൊല്ലേണ്ട ശൈലിയൊക്കെ പറഞ്ഞു, ഒക്കെ ഉപയോഗപ്പെടുത്താം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്ത് കൊണ്ട് വിജയിക്കുന്നവരിൽ നമ്മെ അല്ലാഹു ചേർത്തി തരട്ടെ. അല്ലാഹു അറിയാൻ അവസരം നൽകിയതുപോലെ പ്രവർത്തിക്കാൻ അവസരം നൽകട്ടെ. ഒരുപാട് ഉമ്മമാർ ഉപ്പമാർ നമ്മുടെ കമൻറ്റിൽ, നമ്മുടെ കുടുംബത്തിൽ ഇങ്ങനെ കൂടെ നിൽക്കുന്നുണ്ട്, വലിയ സന്തോഷകരമായിട്ട്. അൽഹംദുലില്ലാ, നിങ്ങളുടെ ആ സന്തോഷവും ദുആയും വലിയ റാഹത്താണ്, വലിയ സന്തോഷമാണ്. ഓരോരുത്തരുടെയും പേര് പറഞ്ഞ് കമൻ്റ് എടുത്ത് പറയാൻ പറ്റൂലല്ലോ, അസാധ്യമാണ്. അതുകൊണ്ടാണ് ഏതായിരുന്നാലും മനസ്സ് നിറയുകയാണ് സ്നേഹത്തിൻ്റെയും ആ ബഹുമാനത്തിൻ്റെയും ആ ഇഷ്ടത്തിൻ്റെയും പേര്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും ഖൈറും ബറക്കത്തും ഏറ്റി നൽകട്ടെ. ദീനീ മേഖലകളിൽ അള്ളാഹു നമുക്ക് അവൻ്റെ പരിശുദ്ധമായ പൊരുത്തം അള്ളാഹു പ്രദാനം ചെയ്യട്ടെ. വാഖിറു കലാമി അൽഹംദുലില്ലാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. بسم الله ما شاء الله لا قوة إلا بالله ما شاء الله كل نعمة من الله ما شاء الله الخير كله بيد الله ما شاء الله لا يصرف السوء إلا الله بسم الله ما شاء الله لا قوة إلا بالله ما شاء الله كل نعمة من الله ما شاء الله الخير كله بيد الله ما شاء الله لا يصرف السوء إلا الله بسم الله ما شاء الله لا قوة إلا بالله ما شاء الله كل نعمة من الله ما شاء الله الخير كله بيد الله ما شاء الله لا يصرف السوء إلا الله